ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു പപ്സ് ഉണ്ടാക്കിയാലോ? എങ്ങനെ ഈസി ആയിട്ട് പപ്സ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് 2 കപ്പ് മൈദ, എന്നിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടതിനെ വേറൊരു പാത്രത്തിലേക്കിട്ട് നന്നായി കുഴച്ച് കൊടുക്കുക. നല്ല ലൂസായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ച് കൊടുക്കുക. ഞാൻ കട്ടിംഗ് ബോർഡാണ് എടുത്തത്. എന്നിട്ടതിനെ കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു കുറച്ച് വീതിയുള്ള പാത്രം എടുത്തിട്ട് പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മൈദയെ നന്നായി ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് ആ പ്ലേറ്റിലേക്കിട്ട് തിരിച്ചും മറിച്ചും ചെയ്ത് കൊടുക്കുക. അത് ഓയിലെല്ലാം അതിലേക്ക് ആവാൻ വേണ്ടിയിട്ട് തിരിച്ചും മറിച്ചും ചെയ്ത് കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് ബാക്കിയുള്ളതിനെയും അങ്ങനെ ചെയ്യാം. ഓയിലിട്ട് തിരിച്ചും മറിച്ചും ചെയ്യാം. ഞാനിപ്പോൾ 6 പപ്സാണ് ഉണ്ടാക്കുന്നത്. ഇതിന് 20 മിനിറ്റ്സ് റെസ്റ്റിൽ വെക്കുക. അത് 20 മിനിറ്റ്സ് ആകുമ്പോൾ നമുക്ക് പപ്സിക്ക് വേണ്ട ഫില്ലിങ്സ് ഉണ്ടാക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഉള്ളി ബ്രൗൺ കളറിലേക്ക് മാറുമ്പോൾ അതിലേക്ക് പച്ചമുളക്, മല്ലിയില, ഇഞ്ചി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, എന്നിട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ നന്നായി ഇളക്കി കൊടുക്കുക. നമുക്ക് മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇത് 20 മിനിറ്റ്സിന് ശേഷം കൈകൊണ്ട് നന്നായി പരത്തി കൊടുക്കുക. നല്ല സോഫ്റ്റായി പരത്തി കൊടുക്കുക. അതിനെ എന്നിട്ട് 4 മടക്ക് മടക്കുക. 4ആയി മടക്കിയിട്ട് നന്നായി പരത്തുക. ഇതുപോലെ നന്നായി പരത്തി കൊടുക്കുക. നല്ല സോഫ്റ്റായി പരത്തി കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 6 മുട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഫില്ലിങ് ചെയ്യാം. എന്നിട്ട് അതിനെ ഒരറ്റത്തു നിന്ന് മറ്റൊരറ്റത്തേക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതിനെ അതേപോലെ ചെയ്യാം. നന്നായി പരത്തി കൊടുത്ത് അതേപോലെ ചെയ്യാം. എന്നിട്ട് എല്ലാത്തിനെയും ഇതേപോലെ ഷേപ്പായി ചെയ്തെടുക്കാം. എന്നിട്ടൊരു പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിനെ ചൂടായതിന് ശേഷം പപ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വേവിച്ചെടുക്കുക.
നല്ല ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടവർ ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.